നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ നാളെ നേരം വെളുത്താൽ ഈ 2 കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. അല്ല യുദൈൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നെന്താ നിങ്ങൾ ഡ്രസ് കോഡാണ്. ഡ്രസ്സാണ്. ഇപ്പൊ ഞാൻ പറയാ, നിങ്ങളൊരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ ദീനി ചിട്ടുള്ള ഉമ്മമാരിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാര് പറയും, ആ മഫ്റ്റ് നേരിടും മോളെ, എന്താ നീ മഫ്തട്ട രൂപം എന്ന് ചോദിക്കും. അപ്പൊ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ, നമ്മൾ മഫ്തിടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചെസ്റ്റിലെ ഭാഗങ്ങൾ ചിലപ്പോൾ ആ മഫ്തൊന്ന് നീക്കിയിടും, ചിലപ്പോൾ മഫ്തൊന്ന് പിന്നെ കുത്തിയിട്ട് എന്ത് ചെയ്യും, ശരീരത്തിന് ഷോൾഡറോ അല്ലെങ്കിൽ കഴുത്തിന്റെ കുറച്ച് ഭാഗമോ ഒക്കെ കാണുന്ന രൂപത്തിൽ മഫ്ത അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോ കാണുന്ന ആൾ എന്താ വിചാരിക്കുക, നിങ്ങൾ മനസ്സിലാക്കി, കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ, നിങ്ങൾ ഇങ്ങനെ മഫ്ത അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് കാണുന്ന ആൾ എന്താ വിചാരിക്കുക വെച്ചാൽ, ഇവൾ ഈ ശരീരഭാഗങ്ങളൊക്കെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് എന്നാണ് വിചാരിക്കുക. അതാണ് ഇതിന്റെ അപകടം. എന്നാ നിങ്ങൾ എന്തിനാണ് ചെയ്തത്? അതിനാണോ ചെയ്തത്? മഫ്തന്റെ തല പിടിച്ച് കണ്ണാടിയിൽ നോക്കി കുത്തി റെഡിയാക്കി വെച്ചത് അതിന് വേണ്ടിയാ? അങ്ങാടിയിൽ ഏതെങ്കിലും പുരുഷന്മാർ നിൽക്കണമെങ്കിൽ അവർക്ക് കാണാനുള്ള സൗകര്യത്തിനാ? അല്ല. നമ്മൾ ചെയ്തെന്തിനറിയോ, നമ്മളേതോ കൂട്ടുകാരി അങ്ങനെയാണ് മഫ്ത ഇട്ടത്, അതുകൊണ്ട് നമ്മളിട്ട്. നമ്മളൊരു കൂട്ടുകാരി അങ്ങനെയാണ് മഫ്ത ഇട്ടത്, അതുകൊണ്ട് നമ്മളിട്ട്. മനസ്സിലാണ്ടോ? പുറത്തിറങ്ങി പോണ ആളുകൾ നേരെ തിരിച്ചാ വിചാരിക്കാം. നബിന്റെ കാലത്ത് ഈ അടിമ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും തമ്മിൽ വേർതിരിയാൻ പറ്റൂല. അപ്പൊ അടിമ സ്ത്രീകൾ ആണുങ്ങളെ പോലെയാണ്, എന്നുണ്ടല്ല, ജീൻസും ടീഷർട്ടും ഇട്ട് പെണ്ണുങ്ങൾ പോയല്ലേ, അതേമാതിരിയാണ്. അപ്പൊ എന്നിട്ട് ഇവര് ശരിക്കും വേശ്യകളാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ വേശ്യകളാണ്. അപ്പോ മൊത്തത്തിൽ അറബികളുടെ വേഷം അതായപ്പോ ഖുർആൻ എന്ത് ചോദിച്ചാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു വേഷം നിശ്ചയിച്ചു കൊടുത്തു. ആ വേഷം ഇട്ടാൽ വേറെല്ലോരും മനസ്സിലാക്കണം ഇത് വേണ്ടാത്തരത്തിൽ നടക്കുന്ന സ്ത്രീകളെ കൂടത്തിൽപ്പെട്ട ആളല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ്. ആ ഡ്രസ്സ് എന്തായിരുന്നു നിങ്ങൾ? ആ ഡ്രസ്സിന്റെ പ്രത്യേകത സാരിയാണോ, അത് പർദ്ദയാണോ, അത് ചുരിദാറാണോ? എല്ലാരും ചോദിക്കും, ചുരിദാർ ഇസ്ലാമിക വേഷമാണോ, സാരി ഇസ്ലാമിക വേഷമാണോ? ഇസ്ലാമിക വേഷത്തിന് ഒരൊറ്റ മാനദണ്ഡമുള്ളൂ. ആ മാനദണ്ഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ഇസ്ലാമികമാണ്. ഒന്നെന്താ അറിയോ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, ദേഹത്ത് അയഞ്ഞു കിടക്കുന്ന വസ്ത്രം ടൈറ്റാകാൻ പറ്റൂല. ഇപ്പൊ ടൈറ്റാണ്, സിബ് ഒക്കെ ചെയ്യുക ടൈറ്റാകാൻ വേണ്ടി. ടൈറ്റായ വസ്ത്രം ഇടാൻ പറ്റൂല, ടൈറ്റായ വസ്ത്രം ഇടാൻ കഴിയൂല, ധരിക്കാൻ കഴിയൂലല്ലോ. മനസ്സിലായി? അങ്ങനെ ടൈറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക സ്ത്രീകൾ ഉപയോഗിക്കുക. ഇപ്പൊ നോക്ക്, നിങ്ങൾ ശരിക്കും എന്താണ് ലെഗിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ടൈറ്റാവാൻ വേണ്ടിയാണ്. ശരീരം വസ്ത്രം ഇട്ടാലും ഇടാത്ത പോലെ ഫീലിംഗ് വേറെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. 3 നിബന്ധനകൾ ഇസ്ലാമിക വസ്ത്രത്തിനുണ്ട്. ഒന്ന്, മുഴുവൻ മറയണം, കഴുത്ത് കാണാൻ പറ്റൂല, മുഴുവൻ മറയണം. 2, അയഞ്ഞ വസ്ത്രമായിരിക്കണം, ദേഹത്ത് തൂങ്ങിക്കിടക്കണം, അയഞ്ഞു കിടക്കണം. 3, സുതാര്യമാവാൻ പറ്റൂല, അതായത് ഉള്ളിലെ അടിവസ്ത്രങ്ങൾ കാണുന്ന രൂപത്തിൽ നെയ്സായ സുതാര്യമായ വസ്ത്രമാവാൻ പറ്റൂല. ഈ 3 കണ്ടീഷനോടും കൂടെ വസ്ത്രം ധരിച്ച് എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൈ വെക്കാൻ പറഞ്ഞാൽ ആദ്യം ചോദ്യം പറഞ്ഞ മാതിരി തന്നെ കാരപ്പുണ്ടാകും. ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ആരും കൈ പൊന്തിക്കാത്ത അതേപോലെ. ഈ 3 കണ്ടീഷനും പൂർണ്ണമായും എന്റെ വസ്ത്രത്തിലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവർ കൈപൊന്തിക്കുക എന്ന് പറഞ്ഞാൽ അതാ സംഭവിക്കുക. ഞാൻ പറഞ്ഞ ഒന്ന് പോയി നോക്കണം. ഇതിന്റെ പ്രശ്നം എന്താ, ഇങ്ങക്കല്ല പ്രശ്നം. നിങ്ങൾ ഈ ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങളെ ആൾക്കാർ നോട്ട് ചെയ്യും. അവർ നിങ്ങളോട് വേണ്ടാത്ത രൂപത്തിൽ പെരുമാറും. അവരെങ്ങനെങ്കിലും നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കും. അതിന് വലിയ പണിയൊന്നുമില്ല. എന്താ, നിങ്ങളെ ഒന്ന് പ്രശംസിച്ച് പറഞ്ഞാൽ മതി. ഇത്ര ചൊറുക്കുള്ള ഒരു കുട്ടിയെ ഞാൻ എന്നെ അല്ലാതെ കണ്ടിട്ടില്ല എന്നൊരു പുരുഷൻ നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവൻ എന്തുദ്ദേശിച്ച് പറഞ്ഞാലും തീർന്നു. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു വീട്ടമ്മയെ കുറിച്ച് 3 കുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? ഭർത്താവ് താക്കോല് കൊടുത്തയച്ചതാണ്, വണ്ടിന്റെ താക്കോല് ഒരാൾക്ക് കൊടുത്തയച്ച്. അപ്പൊ ആ താക്കോലിട്ട് വന്ന ആള് ഈ സ്ത്രീ ആ താക്കോല് വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ എവിടെ ഒരു പരിചയമുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ. ഒരിക്കലും കാണാത്ത ഈ വീട്ടമ്മനോട് പറയാണ്, നിങ്ങൾ എവിടെ കാണാൻ വേണ്ടി. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ചേരം അവിടെ നിൽക്കൂലേ. അത് കഴിഞ്ഞ് അടുത്ത വാചകത്തിൽ അവരെ നന്നായി സുഖിപ്പിക്കുന്ന ഒരു വാചകമാണ് അയാൾ പറഞ്ഞത്. അത് ഈ സദസ്സ് പറയാൻ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞത്, പിന്നെ
ഒരവിഹിത ബന്ധത്തിൽ അയാളുമായി ആ വീട്ടിൽ നിന്ന് അവൾ പിടിക്കപ്പെടുകയും 3 കുട്ടികളെയും ഭർത്താവിനെ ഏൽപ്പിച്ച് അവൾ പോകേണ്ടി വരികയും ചെയ്തു. ഒരു വാക്കും വേണത്, ഒറ്റ വാക്കും, ഒരു മെസ്സേജ് മതി. നിങ്ങളെ വീഴ്ത്താൻ ഒരു മെസ്സേജ് മതി, ഒറ്റ മെസ്സേജ്, അത്ര ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രസ്സ് അത് ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യും, ഡ്രസ്സിന്റെ കാര്യം ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ നാളെ പ്രയോഗവൽക്കരിക്കേണ്ട കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ ഒക്കെ ഉണ്ടാവുമല്ലോ, ബ്രദേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആ ബ്രദേഴ്സിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സിലുള്ള ആൺകുട്ടികളോടും പെരുമാറുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ ചോദിക്കുക. ഞാൻ പറയണല്ലോ, ഇപ്പോ ഇത് നിങ്ങളെ വീട്ടിലുള്ള ബ്രദേഴ്സിനോട് പെരുമാറുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സിലെ ആൺകുട്ടിയോട് പെരുമാറുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എങ്ങനെ ഇപ്പൊ നിനക്കതറിയാം, നിങ്ങൾക്ക് എങ്ങനെ അതറിയാം ഞങ്ങൾ അങ്ങനെ പെരുമാറുന്നത്? എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ 20ാമത്തെ കൊല്ലമാണ് ആണും പെണ്ണും മിക്സഡായി പഠിക്കുന്ന ഒരു കോളേജിലെ അധ്യാപകനാണ് ഞാൻ. 20 കൊല്ലമായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ് സർവീസിൽ. മനസ്സിലായി? ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്കറിയാം. ഒരു ഭയമില്ലാതെയാണ് അവർ പരസ്പരം പെരുമാറുക. ചില ആളുകൾ ഭക്ഷണം എന്ത് ചെയ്യും, എന്തെങ്കിലും മിഠായി കഴിക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ഒരു പൊട്ട് കൊടുക്കും. അതൊക്കെ ശരിക്കും ഇസ്ലാമിൽ എപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ്. അത് ക്ലാസ് നിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറയല്ല. നമ്പർ വാങ്ങുക, ഫോൺ വിളിക്കുക, മെസ്സേജ് ചെയ്യുക, ഒരേ ബസ്സിൽ ഒറ്റ സീറ്റിലിരുന്ന് പോവുക, ക്ലാസ്സിൽ ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാം. ഞാൻ പറഞ്ഞത് ഇസ്ലാം ശക്തമായി വിരോധിച്ച കാര്യമാണ് വലാ തഖ്ലഅന ബിൽ ഖൗൽ. നിങ്ങൾക്ക് സ്മാർട്ടായി തന്മയത്വത്തോടു കൂടെ വേറെ ഒരു അന്യ പുരുഷനോട് സംസാരിക്കാൻ പാടില്ല. അത് ഖുർആനിലുള്ളതാണ്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ സംസാരം കേൾക്കുന്ന പുരുഷനിൽ ആഗ്രഹം ജനിക്കുകയും അവന്റെ മനസ്സിലുള്ള രോഗം നിങ്ങളെ അപകടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ മിണ്ടാൻ പറ്റൂല എന്നാ? ഒരു അന്യ ആണിനോട് മിണ്ടാൻ പറ്റൂല എന്നാണോ പറഞ്ഞത്? അല്ല. വഖുൽന ഖൗലൻ മഅറൂഫ. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ പറയേണ്ടി വരും. മനസ്സിലായി? അത് ആ വാക്കിൽ അവസാനിക്കണം. അപ്പൊ നമ്മളോട് എന്തോ ഒരു കാര്യം ചോദിച്ചു, ഒരാണ് ഒരു കാര്യം ചോദിച്ചു, നമുക്കിപ്പോ എന്താ അടുത്ത അവർ നമുക്ക് എന്താ വിഷയം ചോദിച്ചു. മാത്സ്, ഇംഗ്ലീഷ് കഴിഞ്ഞു. എന്തിനീ ചോദിക്കാൻ? ഇംഗ്ലീഷ് ആണെങ്കിൽ നിനക്ക് എന്താ വല്ല പേടിയുണ്ട്, വല്ല ഹോംവർക്കും ചെയ്യാണ്ടോ? എന്തിനാ നമ്മൾ ചോദിക്കണു? നമ്മളെന്താ ചോദിക്കേണ്ട കാര്യം? അപ്പൊ അത് ചോദിക്കുമ്പോൾ അയാൾ എന്താ മനസ്സിലാക്കിയ കാര്യങ്ങള്, ഇവൾക്ക് ഇന്നോട് വർത്താനം പറയാനൊക്കെ ഒരു താല്പര്യമുണ്ട് എന്ന് അയാൾ അപ്പൊ നോട്ട് ചെയ്തു. പിന്നെ അയാൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങള്, എന്നോട് താല്പര്യമുള്ള എനിക്കും സംസാരിക്കാലോ, സമ്മതാണല്ലോ. മനസ്സിലായി? പിന്നെ ആ സംസാരത്തിന്റെ അവസ്ഥ എന്ത് ചെയ്യും, തുടരും. എത്ര കൃത്യമാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ നോക്കിങ്ങള്. അപ്പൊ ചില പെൺകുട്ടികൾ പറയും, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ വിചാരിച്ച് സംസാരിക്കുന്ന ആളല്ല. ഞാൻ ആൺകുട്ടിയോട് വർത്താനം പറയുമ്പോൾ ഒരു ആൺകുട്ടിനോട് സംസാരിക്കുന്നതിലുള്ള എന്തെങ്കിലും ഒരു സുഖമോ സന്തോഷമോ തെറ്റോ വിചാരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കണ്ട. നിങ്ങളെ സംസാരം കേൾക്കണോ വിചാരിച്ചാൽ മതിയല്ലോ, പോരെ? നിങ്ങളൊന്നും വിചാരിക്കണ്ടേ. നിങ്ങൾ മദ്രസിലൊക്കെ പഠിച്ച നല്ല കുട്ടികളാണ്. പക്ഷെ നിങ്ങളെ സംസാരം കേൾക്കണവരൊക്കെ മദ്രസ പഠിച്ചവരാവൂലല്ലോ. ആവോ? സംസാരം കേൾക്കുന്ന ആള് വിചാരിച്ചാൽ മതി നിങ്ങളെ അപകടപ്പെടുത്താൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒരു പന്തലിൽ വെച്ച് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി മക്കളെയൊക്കെ കൂട്ടി പള്ളിക്കത്തെ ഉസ്താദിനൊക്കെ കൊടുന്നൊരു നല്ല കല്യാണം നടത്താനുള്ള ഭാഗ്യം നിങ്ങളെ വാപ്പക്കുമ്മക്കും ഇല്ലാതെ പോകും. എങ്ങനെയായാൽ നല്ല ഡ്രസ് കോഡും ഇസ്ലാം പറഞ്ഞ മര്യാദകളും പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അപകടകരമായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വരും എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ